മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് യാക്കോബിൻ്റെ 7-ാമത്തെയും 8-ാമത്തെയും പുത്രന്മാരായ ഗാദിനെയും ആഷേറിനെയും കുറിച്ച് വിലയിരുത്താം. അവർ ലിയായുടെ ദാസിയായിരുന്ന സിൽപ്പയുടെ ആദ്യത്തെ 2 പുത്രന്മാരായിരുന്നു. യാക്കോബിൻ്റെ ഭാര്യമാർ തമ്മിലുള്ള മത്സരത്തിൽ പ്രസവം ബഹുമാനത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും ഉറവിടമായി മാറിയിരുന്നു. ആദ്യം യാക്കോബിന് 4 പുത്രന്മാരെ പ്രസവിച്ച ലിയായ്ക്ക് പിന്നീട് കുറേ കാലം ഗർഭം ധരിക്കാൻ സാധിക്കാതെയായി. അതേസമയം വന്ധ്യയും നിരാശയുമായ അവളുടെ സഹോദരി റാഹേൽ തൻ്റെ ദാസിയായ ബിൽഹയെ യാക്കോബിന് നൽകി. അതിലൂടെ അവൾക്ക് 2 കുട്ടികളുണ്ടായി. അതിനാൽ അക്കാലത്തെ സ്വീകാര്യമായ ആചാരപ്രകാരം ലിയായും തൻ്റെ ദാസിയായ സിൽപ്പയെയും യാക്കോബിന് നൽകി. സിൽപ്പയിലൂടെ ലിയായിക്ക് ഗാദ്, അഷേർ എന്നീ 2 പുത്രന്മാർ കൂടി ലഭിച്ചു. അവരിൽ നമുക്ക് യാക്കോബിൻ്റെ 7-ാമത്തെ മകനും സിൽപ്പയുടെ ആദ്യ പുത്രനുമായ ഗാദിൻ്റെ ജീവിതം പരിശോധിക്കാം. അവൻ ജനിച്ചപ്പോൾ സിൽപ്പയുടെ യജമാനത്തിയായ ലേയ വിളിച്ചു പറഞ്ഞു താൻ എത്ര ഭാഗ്യവതിയെന്ന്. അങ്ങനെ അവൾ അവന് ഗാദ് എന്ന് പേരിട്ടു. അതിനർത്ഥം ഭാഗ്യം അല്ലെങ്കിൽ സൈന്യം എന്നാണ്. ഈ പേര് 2 അർത്ഥങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. അവൻ്റെ ജനനത്തിൻ്റെ അനുഗ്രഹവും ഒരു യോദ്ധാവായ ഗോത്രം എന്ന നിലയിൽ അവൻ്റെ ഭാവിയെക്കുറിച്ചുള്ള സൂചനയും. യാക്കോബ് ഗാദിനെക്കുറിച്ച് ഒരു കാവ്യാത്മക അനുഗ്രഹം നൽകി. ഗാദിനെ കവർച്ചക്കാർ ആക്രമിക്കും, എന്നാൽ അവൻ അവരെ തോൽപ്പിച്ച് ഓടിക്കും. ഉൽപ്പത്തി 49:19 ഗാദ് പലപ്പോഴും ആക്രമിക്കപ്പെടുമെങ്കിലും വിജയകരമായി തിരിച്ചടിക്കുമെന്ന് സൂചിപ്പിക്കുന്ന ഹെബ്രായ ഭാഷയിലെ ഒരു പദപ്രയോഗമാണിത്. ഗാദ് ഗോത്രത്തിൻ്റെ ചരിത്രത്തിൽ ഇത് യാഥാർത്ഥ്യമായി. ഗാദ് ഗോത്രം യോർദാൻ നദിയുടെ കിഴക്ക് ആധുനിക ജോർദാൻ്റെ ഭാഗമായ ഗിലെയാദ് പ്രദേശത്ത് താമസമാക്കി. ഇസ്രായേലിൽ വാഗ്ദത്ത ദേശത്ത് എത്തിയപ്പോൾ ഗാദ്, റൂബൻ ഗോത്രങ്ങളും മനാസെ ഗോത്രത്തിൻ്റെ പകുതിയും ചേർന്ന് കിഴക്കുവശത്തുള്ള സമൃദ്ധമായ മേച്ചിൽപ്പുറങ്ങൾ ആവശ്യപ്പെട്ടു. കാരണം അവ അവരുടെ മൃഗങ്ങൾക്ക് അനുയോജ്യമായിരുന്നു. സംഖ്യയുടെ പുസ്തകം 32 മോശ അതിനെ സമ്മതിച്ചെങ്കിലും ആദ്യം ഇസ്രായേലിലെ യോർദാന് പടിഞ്ഞാറുള്ള ദേശം കീഴടക്കാൻ സഹായിക്കണമെന്ന് നിർദ്ദേശിച്ചു. അവർ അത് പാലിക്കുകയും കീഴടക്കലിൽ ധീരമായി പോരാടുകയും ചെയ്തു. യോശുവയുടെ പുസ്തകം 1 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളും 22 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളും. ഗാദിൻ്റെ ദേശത്ത് അർണോൻ, യാബോക്ക് നദികൾക്കിടയിലുള്ള ഫലഭൂയിഷ്ടമായ സമതലങ്ങളും കുന്നുകളും ഉണ്ടായിരുന്നു. കന്നുകാലികൾക്ക് അത് അത്യുത്തമമായിരുന്നെങ്കിലും അമ്മോന്യർ, ആരാമ്യർ തുടങ്ങിയ സമീപത്തുള്ള ശത്രു സമൂഹങ്ങളുടെ ആക്രമണങ്ങൾക്ക് അത് സാഹചര്യമൊരുക്കി. ഇത് യാക്കോബിൻ്റെ പ്രവചനം നിവർത്തിച്ചു. ഗാദിൻ്റെ ജനം പലപ്പോഴും ആക്രമിക്കപ്പെട്ടു, എന്നാൽ അവർ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നു. മോശ തൻ്റെ അവസാന അനുഗ്രഹത്തിൽ ഗാദിനെ പ്രശംസിച്ചു. ഗാദിൻ്റെ അതിർത്തി വിസ്തൃതമാക്കുന്നവൻ അനുഗ്രഹീതൻ. ഗാദ് ഒരു സിംഹത്തെ പോലെ വസിക്കുന്നു. അവൻ്റെ ഭുജം മൂർധാവോട് കൂടെ വലിച്ചു കീറുന്നു. അവൻ നാടിൻ്റെ ഏറ്റവും നല്ല ഭാഗം സ്വന്തമാക്കി. അവിടെയാണ് നേതാവിൻ്റെ ഓഹരി നിക്ഷിപ്തമായിരുന്നത്. അവൻ ജനനേതാക്കളുമൊത്ത് വന്നു. കർത്താവിൻ്റെ നീതി നടപ്പിലാക്കി. ഇസ്രായേലിൽ അവിടുത്തെ കൽപ്പനകളും നീതിവിധികളും. നിയമാവർത്തനം 3 20-21 വാക്യങ്ങൾ. ഇത് ഗാദിനെ ധീരനും യുദ്ധസജ്ജനും ദൈവജനത്തെ സംരക്ഷിക്കുന്നതിൽ നേതൃത്വം വഹിക്കുന്ന ഒരു ഗോത്രവുമായി ചിത്രീകരിക്കുന്നു. ഇത് യാഥാർത്ഥ്യമാക്കാൻ ഗാദ് ഉഗ്രരായ യോദ്ധാക്കളെ സൃഷ്ടിച്ചു. ദാവീദ് രാജാവിൻ്റെ കാലത്ത് അവൻ സൗൾ രാജാവിൻ്റെ ആക്രമണത്തെ ഭയന്ന് മരുഭൂമിയിൽ ഒളിച്ചിരിക്കുമ്പോൾ ഗാദിൽ നിന്നുള്ള പുരുഷന്മാർ അവനോടൊപ്പം ചേർന്നു. ഈ യോദ്ധാക്കളെ സിംഹങ്ങളെപ്പോലെ ശക്തരും മാൻപേടകളെപ്പോലെ വേഗതയുള്ളവരും വൈദഗ്ധ്യമുള്ളവരുമായി വിവരിക്കുന്നു. ദിനവൃത്താന്തം 1 പുസ്തകത്തിൻ്റെ 12 8 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ദാവീദ് മരുഭൂമിയിലെ കോട്ടയിൽ ഒളിച്ചു താമസിക്കുമ്പോൾ ഗാദ് വംശജരും ശക്തരും പരിചയസമ്പന്നരും പരിചയം കുന്തവും ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നതിൽ സമർത്ഥരുമായ യോദ്ധാക്കൾ അവൻ്റെ പക്ഷം ചേർന്നു. സിംഹത്തെ പോലെ ഉഗ്രദൃഷ്ടിയുള്ള അവർ മലയിലെ മാൻപേടയെപ്പോലെ വേഗതയും ഉള്ളവരായിരുന്നു. അങ്ങനെ യുദ്ധത്തിൽ അവരുടെ പ്രശസ്തി യാക്കോബിൻ്റെയും മോശയുടെയും അനുഗ്രഹങ്ങൾക്ക് തുല്യമായിരുന്നു. BC 734 അസീറിയക്കാർ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ അതിൻ്റെ സ്ഥാനം കാരണം നാശം നേരിട്ട ആദ്യ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഗാദ്. ദിനവൃത്താന്തം 1 പുസ്തകം 5 26 അനുസരിച്ച്
റൂബൻ, ഗാദ്, മനശ്ശെയുടെ പകുതി ഗോത്രങ്ങൾ എന്നിവരെ പ്രവാസികൾ കൊണ്ടുപോയി. ഹാല, ഹാബോർ, ഹാര, ഗോസൻ നദീതീരം എന്നിവിടങ്ങളിൽ പാർപ്പിച്ചു. അവർ ഇന്നും അവിടെ വസിക്കുന്നു. തൽഫലമായി ഗാദ് ഒരു ഗോത്രമെന്ന നിലയിൽ ചരിത്രത്തിൽ നിന്നും അപ്രത്യക്ഷമായി. എന്നിരുന്നാലും ഗാദിൽ നിന്നുള്ള ചില വ്യക്തികൾ, പ്രത്യേകിച്ച് കർത്താവിനോട് വിശ്വസ്തത പുലർത്തിയവർ, മുൻകാലങ്ങളിൽ യൂദയായിലേക്ക് രക്ഷപ്പെട്ടിരിക്കാം. ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകം 30-ാം അധ്യായം 11-ാം വാക്യം. ഗോത്രം നഷ്ടപ്പെട്ടെങ്കിലും പുതിയ നിയമത്തിൽ ഗാദിൻ്റെ പേര് നിലനിൽക്കുന്നു. യേശു ഒരു പിശാച് ബാധിതനെ സുഖപ്പെടുത്തിയ ഗരസേന്യർ അല്ലെങ്കിൽ ഗദരേൻസ് എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശം മർക്കോസിൻ്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഗാദിൻ്റെ പഴയ പ്രദേശമായിരിക്കാം. അതുകൊണ്ട് ആ പ്രദേശത്തെ യേശുവിൻ്റെ പ്രവൃത്തി ഗാദിൻ്റെ ദേശത്തേക്ക് രോഗശാന്തിയുടെയും പ്രത്യാശയുടെയും തിരിച്ചുവരവിനെ പ്രതിനിധീകരിക്കുന്നു. ഗാദ് എന്നതിൻ്റെ അർത്ഥം സൈന്യം എന്ന് ആയതിനാൽ അവൻ പലപ്പോഴും സൈനിക ക്യാമ്പുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗാദിൻ്റെ ഗോത്രപതാകയെ സൈനികരെയോ കൂടാരങ്ങളെയോ അല്ലെങ്കിൽ ശക്തിയെ പ്രതിനിധീകരിക്കുന്ന ഒരു സിംഹത്തെയോ കാണിക്കുന്നതായി യഹൂദ പാരമ്പര്യം വിവരിക്കുന്നു. യാക്കോബിൻ്റെ അനുഗ്രഹപ്രകാരം ആക്രമിക്കപ്പെട്ടെങ്കിലും തിരിച്ചടിക്കുന്നത് ഗാദിൻ്റെ സഹിഷ്ണുതയുടെയും വിജയത്തിൻ്റെയും അടയാളമായി റബ്ബിമാർ കണ്ടു. ചില പണ്ഡിതന്മാർ ഗാദിൻ്റെ ചരിത്രത്തെ അമ്മോന്യരോട് യുദ്ധം ചെയ്ത ഗിലെയാദിൽ നിന്നുള്ള ഒരു യോദ്ധാവായ ജെപ്താഹിൻ്റെ കഥയുമായി ബന്ധിപ്പിക്കുന്നു. വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിലും ഗാദിന് പ്രശസ്തി ഉണ്ടായിരുന്നു. സ്ഥിരതാമസമാക്കുന്നതിന് മുൻപ് കനാൻ കീഴടക്കാൻ സഹായിക്കുമെന്ന് അവർ പ്രതിജ്ഞയെടുത്തപ്പോൾ അവർ അത് നിറവേറ്റി. ജോഷുവ 22-ാം അധ്യായം. പിന്നീട് അവർ യോർദാൻ അടുത്ത് ഒരു യാഗപീഠം പണിതു. അതേക്കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉടലെടുത്തപ്പോൾ യാഗങ്ങൾക്കായല്ല, മറിച്ച് ഇസ്രായേലിൻ്റെ മറ്റ് ഭാഗങ്ങളുമായുള്ള ഐക്യത്തിൻ്റെ അടയാളമായിട്ടാണ് തങ്ങളത് ചെയ്തതെന്ന് അവർ വിശദീകരിച്ചു. അത് സമാധാനം നിലനിർത്തുവാൻ സഹായിച്ചു. ദൈവത്തിന് കീഴിലുള്ള ഐക്യത്തിനായുള്ള അവരുടെ പ്രതിബദ്ധത അങ്ങനെ അവർ പ്രകടമാക്കി. ഗാദിൻ്റെ കഥ ശക്തിയുടെയും വിശ്വസ്തതയുടെയും സ്ഥിരോത്സാഹത്തിൻ്റെയും പ്രസക്തി നമുക്ക് കാണിച്ചു തരുന്നു. ക്രിസ്ത്യാനികൾ നേരിടുന്ന ആത്മീയ പോരാട്ടങ്ങളുടെ പ്രതീകമാണ് അദ്ദേഹത്തിൻ്റെ കഥ. ഗാദിനെ പോലെ നമ്മൾ ആക്രമിക്കപ്പെട്ടേക്കാം, പക്ഷെ ഉറച്ചു നിൽക്കാനും തിന്മയെ ചെറുത്തു നിൽക്കാനും നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. എഫേസ്യർ 6:11 പൗലോസ്ലീഹ പറയുന്നു, സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ഗാദ് കുതികാൽ ആക്രമിക്കുമെന്ന വചനം പോലെ നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് സഭയ്ക്ക് ക്രിസ്തു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യം. ഗാദിൻ്റെ ശത്രുവിന് സമീപസ്ഥമായ അതിർത്തി പ്രദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്ത്യാനികൾ പലപ്പോഴും മതേതര ലോകത്തിൻ്റെ സമീപം സമ്മർദ്ദത്തിൽ കഴിയുന്നുവെന്നാണ്. എന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യത്തെ ഇരുട്ടിൽ പ്രകാശിപ്പിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഗാദ് കർത്താവിൻ്റെ നീതി നടപ്പിലാക്കിയെന്ന് മോശ പറയുന്നു. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നാമും അക്രമരഹിതമായി സത്യത്തോടും സ്നേഹത്തോടും കൂടി നീതിക്ക് വേണ്ടി നിലകൊള്ളണം. ദാവീദിനൊപ്പം ചേർന്ന ഗാദിൽ നിന്നുള്ള ധീരരായ യോദ്ധാക്കൾ ഇന്ന് ക്രിസ്തുരാജിന് ജീവിതം സമർപ്പിക്കുന്ന വിശുദ്ധരെയും ആത്മീയ യോദ്ധാക്കളെയും പോലെയാണ്. ദാവീദിൻ്റെ രാജ്യം സ്ഥാപിക്കാൻ അവർ സഹായിച്ചതുപോലെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിൻ്റെ ഭരണം സ്ഥാപിതമാകുന്നതിന് സഹായിക്കുവാൻ നമ്മളും വിളിക്കപ്പെട്ടിരിക്കുന്നു. നിയമാവർത്തനത്തിൻ്റെ 33-ാം അധ്യായം 21 ഇപ്രകാരം പറയുന്നു, അവൻ നാടിൻ്റെ ഏറ്റവും നല്ല ഭാഗം സ്വന്തമാക്കി. അവിടെയാണ് നേതാവിൻ്റെ ഓഹരി നിക്ഷിപ്തമായിരിക്കുന്നത്. അവൻ ജനനേതാക്കളുമൊത്തു വന്നു, കർത്താവിൻ്റെ നീതി നടപ്പിലാക്കി, ഇസ്രായേലിൽ അവിടുത്തെ കൽപ്പനകളും നീതിവിധികളും. ഒരുപക്ഷെ ഗാദിൻ്റെ പ്രദേശത്തിൽ നിന്നുള്ള ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നാണ് പ്രവാചകനായ ഏലിയ വന്നത്. ദൈവത്തിലേക്ക് മടങ്ങാൻ ഇസ്രായേലിനെ വിളിക്കുന്ന ഒരു ധീര ശബ്ദമായി അദ്ദേഹം നിലകൊണ്ടു. ക്രിസ്തീയ പാരമ്പര്യം ഏലിയായെ സ്നാപക യോഹന്നാൻ്റെ ഒരു മാതൃകയായും വെളിപാടിലെ 2 സാക്ഷികളുള്ള ഒരാളായും കാണുന്നു. അങ്ങനെ ഗാദിൻ്റെ ദേശം ശക്തനായൊരു പ്രവാചകനെ ജനിപ്പിച്ചു. ഇത് ദുഷ്കരമായ സ്ഥലങ്ങളിൽ നിന്ന് പോലും വലിയ വിശ്വാസം വരാമെന്ന് കാണിക്കുന്നു. എങ്കിലും നഷ്ടപ്പെട്ട ഒരു ഗോത്രം എന്ന നിലയിൽ ഗാദിൻ്റെ വിധി ഒരു മുന്നറിയിപ്പാണ്. ശക്തിയും വൈദഗ്ധ്യവും ഉണ്ടായിരുന്നെങ്കിലും ജെറുസലേം ദേവാലയത്തിൽ നിന്നും അകലെ വസിച്ചിരുന്നത് ദൈവവുമായുള്ള അവരുടെ ബന്ധത്തെ ദുർബലപ്പെടുത്തിയിരിക്കാം. അതുപോലെ ആത്മീയ ഐക്യം ദുർബലപ്പെടാതിരിക്കാൻ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനോടും അവൻ്റെ സഭയോടും അടുത്ത് നിൽക്കണം.
അതേസമയം ഗാദിന് പ്രത്യാശയുണ്ട്. ഭാവിയിൽ പുനഃസ്ഥാപിക്കപ്പെട്ട ഗോത്രങ്ങളിൽ ഗാദിനെ എസേക്കിയേൽ പ്രവാചകൻ കാണുന്നു. എസേക്കിയേൽ 48 അധ്യായം 27 മുതൽ 29 വരെയും 34 വാക്യങ്ങൾ. ഗാദിൽ നിന്നുള്ള 12,000 പേർ ദൈവദാസന്മാരിൽ മുദ്രയിടപ്പെടുമെന്ന് വെളിപാടിൻ്റെ 7 അധ്യായത്തിൽ പറയുന്നു. ദൈവം തൻ്റെ ജനത്തെ അവർ നഷ്ടപ്പെട്ടതായി തോന്നുമ്പോഴും ഒരിക്കലും മറക്കുന്നില്ലെന്ന് ഇത് നമ്മെ അനുസ്മരിപ്പിക്കുന്നു. ഗാദിൻ്റെ ചരിത്രം ശക്തരും വിശ്വസ്തരുമായിരിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ വാഗ്ദാനങ്ങൾ പാലിക്കാനും ആത്മീയ പരീക്ഷണങ്ങൾ സഹിക്കാനും വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്താനും അവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രലോഭനങ്ങളോ കഷ്ടപ്പാടുകളോ നേരിടുമ്പോൾ നമുക്ക് ക്രിസ്തുവിലൂടെ വിജയികളാകാൻ കഴിയും. ഭാഗ്യവാൻ എന്നർത്ഥമുള്ള ഗാദ് എന്ന പേര് ഭാഗ്യവും വിശ്വസതയ്ക്കുള്ള പ്രതിഫലവും ലഭ്യമാകുന്ന യഥാർത്ഥ അനുഗ്രഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. യേശു പറഞ്ഞതുപോലെ നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. മത്തായി 5:10. ഒരിക്കൽ ആക്രമിക്കപ്പെട്ട ഗാദ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അവസാന അധ്യായത്തിൽ ബഹുമാനിക്കപ്പെടുന്നു. അവസാനം വരെ ശക്തരായി തുടരാൻ അത് നമുക്ക് പ്രത്യാശ നൽകുന്നു. ഗാദിൻ്റെ ജീവിതത്തിൽ നിന്നും പൈതൃകത്വത്തിൽ നിന്നും നമുക്ക് എന്തെല്ലാം പഠിക്കാൻ കഴിയുമെന്ന് നോക്കാം. 1. പരീക്ഷണങ്ങളിൽ വിശ്വസ്തയോടെ സഹിച്ചു നിൽക്കുക. ഗാദിൻ്റെ ചരിത്രം നിരന്തരമായ സംഘർഷത്തിൻ്റെയും ആക്രമണത്തിൻ്റെയും ഒന്നായിരുന്നു. എന്നിരുന്നാലും അവർ പ്രതിരോധ ശേഷിക്ക് പേരുകെട്ടവരായിരുന്നു. അവർ ആക്രമിക്കപ്പെടുമെന്നും എന്നാൽ വിജയകരമായി തിരിച്ചടിക്കുമെന്നും യാക്കോബിൻ്റെ അനുഗ്രഹം പ്രവചിച്ചു. ആക്രമിക്കപ്പെടുകയോ പരീക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നത് പരാജയമല്ല, മറിച്ച് ആത്മീയ ശക്തിയിൽ വളരാനുള്ള അവസരമാണെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നാമും ആത്മീയ യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. എഫേസ്യർ 6:12. അവസാനം ദൈവം വിജയം കൊണ്ടുവരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ധൈര്യത്തോടും വിശ്വാസത്തോടും കൂടി പരീക്ഷണങ്ങളെ അതിജീവിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. 2. പ്രതിബദ്ധതകൾ പാലിക്കുകയും നീതിക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുക. അധിവസിക്കുന്നതിന് മുൻപ് വാഗ്ദത്ത ദേശം കീഴടക്കാൻ സഹഗോത്രങ്ങളെ സഹായിക്കുമെന്ന് ഗാദ് മോശയ്ക്ക് വാഗ്ദാനം ചെയ്തു. അവർ ആ വാഗ്ദാനം വിശ്വസ്തയോടെ പാലിച്ചു. കർത്താവിൻ്റെ നീതി നടപ്പിലാക്കിയതിന് മോശ ഗാദിനെ പ്രശംസിച്ചു. ത്യാഗം ആവശ്യമായി വരുമ്പോൾ പോലും നമ്മുടെ വാക്ക് മാനിക്കുകയും ശരിയായതിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. നമ്മുടെ ഉത്തരവാദിത്തങ്ങളോടുള്ള വിശ്വസ്തത, പ്രത്യേകിച്ച് മറ്റുള്ളവരെ സേവിക്കുന്നത് യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ അടയാളമാണ്. 3. ആത്മീയതയിൽ ശക്തരായി നിലകൊള്ളാൻ ദൈവത്തോട് അടുത്ത് നിൽക്കണം. ഗാദ് ശക്തിക്കും ധൈര്യത്തിനും പേരുകേട്ടവരായിരുന്നെങ്കിലും പ്രവാസത്തിന് ശേഷം ആ ഗോത്രം നഷ്ടപ്പെട്ട ഗോത്രങ്ങളിൽ ഒന്നായി മാറി. ഒരുപക്ഷെ ആരാധനാ കേന്ദ്രത്തിൽ നിന്നും അകലെ വസിച്ചതാകാം അതിന് ഒരു കാരണം. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എത്ര ലൗകിക ശക്തിക്കും ആത്മീയ ബന്ധത്തെ മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ല എന്നാണ്. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ദൈവസാന്നിധ്യം നഷ്ടപ്പെടാതെ നാം ക്രിസ്തുവിൽ വേരൂന്നി അവൻ്റെ സഭയോട് അടുത്ത് നിൽക്കണം. നമുക്ക് നഷ്ടപ്പെട്ടതായി തോന്നിയാലും ദൈവത്തിൻ്റെ കരുണയ്ക്ക് അവനിലേക്ക് മടങ്ങുന്നവരെ ഇപ്പോഴും വീണ്ടെടുക്കാനും പുനഃസ്ഥാപിക്കാനും കഴിയുമെന്ന് എസേക്കിയേലിലും വെളിപാടിലുമുള്ള ഗാദിൻ്റെ പുനഃസ്ഥാപനം നമ്മെ കാണിക്കുന്നു. ഗാദിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഈ പാഠങ്ങൾ യുദ്ധത്തിലും വാഗ്ദാനങ്ങളിലും വിശ്വസ്തരായിരിക്കാനും എല്ലാ കാര്യങ്ങളിലും ദൈവത്തോട് അടുത്തിരിക്കാനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥ ഭാഗ്യം കർത്താവിൽ ഉറച്ചു നിൽക്കുന്നതിലൂടെയാണ് വരുന്നതെന്ന് നാം ഓർക്കണം. ഇനി നമുക്ക് യാക്കോബിൻ്റെ 8ാമത്തെ മകനും ലേയായുടെ ദാസിയായ സിൽപ്പയുടെ 2ാമത്തെ പുത്രനുമായ ആഷറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അവൻ ജനിച്ചപ്പോൾ ലേയ പറഞ്ഞു, ഞാൻ ഭാഗ്യവതി, സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. ഉൽപ്പത്തി 30:13 ഇക്കാരണത്താൽ അവന് ആഷർ എന്ന് പേരിട്ടു. അതിനർത്ഥം സന്തുഷ്ടൻ അല്ലെങ്കിൽ അനുഗ്രഹീതൻ എന്നാണ്. അവൻ്റെ പേര് സന്തോഷവും അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ വികാരവും പ്രകടിപ്പിക്കുന്നു. ആഷേറിനെ കുറിച്ച് പറയപ്പെട്ട അനുഗ്രഹങ്ങൾ ഈ സന്തോഷത്തെയും സമൃദ്ധിയെയും പ്രതിഫലിപ്പിക്കുന്നു. യാക്കോബ് പറഞ്ഞു, ആഷേറിൻ്റെ ആഹാരം സമ്പന്നമായിരിക്കും, അവൻ രാജകീയ വിഭവങ്ങൾ പ്രദാനം ചെയ്യും. ഉൽപ്പത്തി 49:20. ഇതിനർത്ഥം അവൻ്റെ ദേശം രാജാക്കന്മാർക്ക് അനുയോജ്യമായ ഭക്ഷണം വിളയിക്കുമെന്നാണ്. മോശ അവനെ ഇങ്ങനെ അനുഗ്രഹിച്ചു, പുത്രന്മാരിൽ ഏറ്റവും അനുഗ്രഹീതൻ ആഷേറായിരിക്കട്ടെ, സഹോദരന്മാരിൽ പ്രിയങ്കരനും. അവൻ തൻ്റെ പാദങ്ങൾ എണ്ണയിൽ കഴുകട്ടെ, നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും,
നിന്റെ ആയുസ്സോളം നിന്റെ ശക്തിയും. നിയമാവർത്തനം 33, 24, 25 വാക്കുകൾ. ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ആഷേർ സമ്പന്നനും ഫലഭൂയിഷ്ഠവുമായ ഒരു ദേശത്ത് ജീവിക്കുമെന്നും ശക്തിയും സംരക്ഷണവും സമാധാനവും ആസ്വദിക്കുമെന്നുമാണ്. ആഷേർ ഗോത്രം വാഗ്ദത്ത ദേശത്തിൻ്റെ വടക്ക് പടിഞ്ഞാറായി മെഡിറ്ററേനിയൻ തീരത്ത് കാർമൽ പർവ്വതത്തിന് സമീപം ടയറിലും സീദോനിലും താമസമാക്കി. അവർ വലിയ ഫിനീഷ്യൻ നഗരങ്ങൾ ഭരിച്ചിരിക്കില്ലെങ്കിലും അവരുടെ ദേശം ഫലഭൂയിഷ്ഠവും സമൃദ്ധവുമായിരുന്നു. അവിടെ ഒലിവ് തോട്ടങ്ങൾക്ക് പേരുകേട്ടതായിരുന്നു. എണ്ണയിൽ കാൽ മുക്കുക എന്ന പ്രയോഗം ആ പ്രദേശത്തെ വലിയ തോതിലുള്ള ഒലിവ് എണ്ണ ഉൽപ്പാദനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആഷേറിൻ്റെ ഗോത്രം കാർഷിക സമൃദ്ധിയും സ്ഥിരതയും ആസ്വദിച്ചു. എന്നിരുന്നാലും അവർ സൈനിക നേതൃത്വത്തിന് പേരുകേട്ടവരായിരുന്നില്ല. ന്യായാധിപന്മാരുടെ കാലത്ത് ദെബോറായുടെ യുദ്ധസമയത്ത് ദെബോറായുടെ ഗീതം പറയുന്നു, ആഷേർ കടൽ തീരത്ത് നിശ്ചലനായിരുന്നു, തുറമുഖങ്ങളിൽ താമസമുറപ്പിച്ചു. ന്യായാധിപന്മാർ 5:17. അതിനർത്ഥം അവർ യുദ്ധത്തിൽ പങ്കുചേർന്നില്ല എന്നാണ്. ഇത് അവരുടെ അനുഗ്രഹങ്ങളിലുള്ള സംതൃപ്തിയെ പ്രതിഫലിപ്പിച്ചേക്കാം. BC 722 വടക്കൻ ഇസ്രായേൽ രാജ്യം അസീറിയക്കാർ കീഴടക്കിയപ്പോൾ സ്വത്വം നഷ്ടപ്പെട്ട ഗോത്രങ്ങളിൽ ആഷേറും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ആഷേറിൽ നിന്നുള്ള ചില വ്യക്തികൾ ഇസ്രായേലിലെ വിശ്വസ്തരിൽ തുടർന്നിരുന്നു. പുതിയ നിയമത്തിൽ ഇതിനുള്ള ഒരു ഉദാഹരണം ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 36 മുതൽ 38 വരെ വാക്യങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന പ്രവാചകയായ അന്നയാണ്. അവളെ ആഷേർ ഗോത്രത്തിൽ നിന്നുള്ളവൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് പുതിയ നിയമത്തിലെ അപൂർവമായ ഒരു ഗോത്ര പരാമർശനമാണ്. ദിനവൃത്താന്തം 2-ാം പുസ്തകം 30-ാം അധ്യായം 11 നൽകിയിരിക്കുന്നത് പോലെ അവളുടെ പൂർവികർ ജെറുസലമിലേക്ക് കുടിയേറിയവർ ആയിരിക്കാം. ദേവാലയത്തിൽ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ദൈവത്തെ സേവിച്ച ഒരു വൃദ്ധ വിധവയായിരുന്നു അന്ന. ശിശുവായ യേശുവിനെ കണ്ടപ്പോൾ അവൾ സന്തോഷിക്കുകയും അവനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുകയും ചെയ്തു. സന്തുഷ്ടൻ എന്നർത്ഥം വരുന്ന ആഷേർ ഗോത്രത്തിൽ നിന്നുള്ള ഒരാൾ രക്ഷകന്റെ വരവിൽ പരസ്യമായി സന്തോഷിച്ചത് ആ ഗോത്രനാമത്തെ അന്വർത്ഥമാക്കി. ഒരു ഗോത്രം എന്ന നിലയിൽ ആഷേർ മങ്ങിയിരുന്നെങ്കിലും ദൈവം അവരെ അനുസ്മരിച്ചു. അന്നയുടെ സന്തോഷം ആഷേറിൻ്റെ യഥാർത്ഥ അനുഗ്രഹം നിലനിൽക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കി. യഹൂദ പാരമ്പര്യത്തിൽ ആഷേറിൻ്റെ ചിഹ്നം പലപ്പോഴും ഒലിവ് മരമോ സമൃദ്ധമായ ഭക്ഷണത്തിൻ്റെ വിഭവമോ ആയിരുന്നു. അവ രണ്ടും അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങളാണ്. ഗോതമ്പ്, വീഞ്ഞ്, എണ്ണ തുടങ്ങിയ ഉയർന്ന നിലവാരമുള്ള വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ആഷേർ ഗോത്രം അറിയപ്പെടുന്നു. ദേവാലയ വഴിപാടുകൾക്കുള്ള ആദ്യഫല എണ്ണ ആഷേറിൻ്റെ നാട്ടിൽ നിന്നാണ് വന്നത് എന്ന് ചില റബനിക് ഗ്രന്ഥങ്ങൾ പറയുന്നു. അവൻ്റെ കാൽ എണ്ണയിൽ മുക്കുക എന്ന പ്രയോഗം ഒരു ഐതിഹ്യത്തിൻ്റെ ഭാഗമായി മാറി. ആ ദേശം എണ്ണയാൽ സമ്പന്നമായിരുന്നതിനാൽ ആളുകൾക്ക് അതിൽ അക്ഷരാർത്ഥത്തിൽ കാലുകുത്തുവാൻ കഴിഞ്ഞിരുന്നു. മോശയുടെ അനുഗ്രഹത്തിൻ്റെ മറ്റൊരു ഭാഗം നിങ്ങളുടെ ചെരുപ്പുകൾ ഇരുമ്പും വെങ്കലവുമായിരിക്കുമെന്നാണ്. ആഷേറിൻ്റെ ദേശത്ത് വിലയേറിയ ധാതുക്കൾ ഉണ്ടെന്നോ അല്ലെങ്കിൽ അതിലെ ആളുകൾ ശക്തരും ആരോഗ്യവാന്മാരുമാകുമെന്നോ ഇത് അർത്ഥമാക്കുന്നു. ആഷേറിൻ്റെ പെൺമക്കൾ സൗന്ദര്യത്തിന് പേരുകേട്ടവരായിരുന്നുവെന്നും പലപ്പോഴും പുരോഹിത കുടുംബങ്ങളിലേക്കോ രാജകുടുംബങ്ങളിലേക്കോ വിവാഹം കഴിച്ചുവെന്നും റബിമാർ രേഖപ്പെടുത്തി. ഇത് സഹോദരന്മാരുടെ പ്രീതി നേടുക എന്ന ആശയം നിറവേറ്റുന്നു. ആഷേറിന് തിരുവെഴുത്തുകളിൽ അധികം പരാമർശനങ്ങളില്ലെങ്കിലും റബ്ബായിമാരുടെ രചനകൾ ആ ഗോത്രത്തെ ക്രിയാത്മകമായി ചിത്രീകരിക്കുന്നു. അവരുടെ ദേശത്തു നിന്നുള്ള നല്ല വസ്തുക്കൾ ഉപയോഗിച്ച് രാഷ്ട്രത്തെ പിന്തുണച്ച സമാധാനപരവും സമ്പന്നവുമായ ഒരു ജനതയായി അവരെ കാണുന്നു. ആഷേർ സോളമൻ രാജാവിൻ്റെ രാജകീയ മേശയ്ക്ക് ആഡംബര ഭക്ഷണം നൽകിയിരുന്നു എന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. ഉദാഹരണത്തിന് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4:16 സോളമൻ്റെ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായ ബാന ആഷേറിൻ്റെ പ്രദേശത്ത് നിന്നാണ് വന്നതെന്ന് നാം കാണുന്നു. ആഷേറിൻ്റെ കഥ അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു പാരമ്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. ആത്മീയമായി അത് കൃതജ്ഞതയെയും ഔദാര്യത്തെയും കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. ആഷേറിന് ഫലഭൂയിഷ്ഠമായ ഒരു ദേശം നൽകിയത് സ്വന്തം ആസ്വാദനത്തിനായി മാത്രമല്ല, മറ്റുള്ളവരെ, പ്രത്യേകിച്ച് രാജാവിനെ സേവിക്കാനായിരുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ നാം ഭൗതികമായോ ആത്മീയമായോ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അത് നമുക്ക് മറ്റുള്ളവരെ സേവിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും കഴിയണം.
ക്രിസ്തീയ പ്രതീകാത്മകതയിൽ എണ്ണ പരിശുദ്ധാത്മാവിനെ പ്രതിനിധീകരിക്കുന്നു. അതിനാൽ ആഷേറിൻ്റെ പാദങ്ങൾ എണ്ണയിൽ മുക്കുക എന്ന അനുഗ്രഹം ആത്മാവിൽ നടക്കാനും ആത്മീയ സന്തോഷവും ശക്തിയും നിറഞ്ഞ ഒരു ജീവിതം നയിക്കാനും സൂചിപ്പിക്കുന്നു. എബ്രായർ 1:9 യേശുവിനെ കുറിച്ചുള്ള സന്തോഷത്തിൻ്റെ തൈലം അവൻ്റെ അനുയായികളുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്നു. ആഷേർ നമ്മെ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ആത്മാവിൽ ദരിദ്രരായവർ, വിലപിക്കുന്നവർ, സൗമ്യതയുള്ളവർ, നീതിക്കായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ, കരുണയുള്ളവർ, ഹൃദയശുദ്ധിയുള്ളവർ, സമാധാനമുണ്ടാക്കുന്നവർ, പീഡിപ്പിക്കുന്നവർ എന്നിവരെ ഭാഗ്യവാന്മാർ എന്ന് യേശു വിശേഷിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ദൈവവുമായി അടുത്ത് നടക്കുന്നതിൽ നിന്നാണ് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത്. ആഷേറിൽ നിന്നുള്ള പ്രവാചകയായ അന്ന അതിജീവിച്ചു. വിധവയും വൃദ്ധയുമായിരുന്നു. അവളുടെ സന്തോഷം ആശ്വാസത്തിൽ നിന്നല്ല, മറിച്ച് യേശുവിനെ കണ്ടതിൽ നിന്നാണ്. അവളുടെ ആളുകൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച ആദരാഞ്ജലി ദേവാലയത്തിലെ അവളുടെ ആരാധനയായിരുന്നു. അവളിലൂടെ ആഷേറിൻ്റെ സന്തോഷകരമായ പാരമ്പര്യം അതിൻ്റെ ആത്മീയ ഉന്നതിയിലെത്തി. ആഷേറിൻ്റെ അനുഗ്രഹം കൃപയുടെയും പോഷണത്തിൻ്റെയും രോഗശാന്തിയുടെയും ഉറവിടമാകുക എന്ന സഭയുടെ ദൗത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. രാജകീയ മേശകൾക്കായി ആഷേർ ഭക്ഷണം ഉൽപ്പാദിപ്പിച്ചതുപോലെ സഭ വിശുദ്ധ കുർബാനയിലൂടെ ജീവന്റെ അപ്പം നൽകുന്നു. രോഗികളുടെ അഭിഷേകവും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും പോലെ എണ്ണ രോഗശാന്തിയെയും ശക്തിയെയും പ്രതീകപ്പെടുത്തുന്നു. പുതിയ ഉടമ്പടിയിൽ ക്രിസ്തുവിൻ്റെ സമൃദ്ധമായ കൃപയെ ആഷേർ പ്രതിഫലിപ്പിക്കുന്നു. എല്ലാവരും യോദ്ധാവോ പൊതു നേതാവോ ആകാൻ വിളിക്കപ്പെടുന്നില്ല. നിശബ്ദമായി പ്രവർത്തിക്കുകയും നൽകുകയും അവരുടെ അനുഗ്രഹങ്ങൾ പങ്കിടുകയും ചെയ്യുന്നവർ വിശ്വാസ സമൂഹത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുവെന്ന് ആഷേർ കാണിക്കുന്നു. ഗോത്രത്തിൻ്റെ സംതൃപ്തിയും അധ്വാനവും ഇസ്രായേലിൻ്റെ ശക്തിയെ പിന്തുണച്ചു. അതുപോലെ നിരവധി ക്രിസ്ത്യാനികൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ സേവനമനുഷ്ഠിക്കുകയും ക്രിസ്തുവിൻ്റെ ശരീരം അഭിവൃദ്ധി പ്രാപിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ നിശബ്ദ വിശ്വസ്തത യഥാർത്ഥ സന്തോഷത്തിൻ്റെ ഒരു രൂപമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ സന്തുഷ്ടരായിരിക്കുന്നതിൻ്റെയും മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ അവരെ ഉപയോഗിക്കുന്നതിൻ്റെയും പ്രതീകമാണ് ആഷേർ. ഏറ്റവും വലിയ സന്തോഷം ക്രിസ്തുവിലാണ് കാണപ്പെടുന്നത് എന്നും നമ്മുടെ പങ്ക് ഉച്ചത്തിലുള്ളതോ നാടകീയമോ അല്ലെങ്കിലും നമുക്ക് ലോകത്തിൽ ദൈവത്തിൻ്റെ നന്മയെ പ്രതിഫലിപ്പിക്കാൻ കഴിയുമെന്നും ആഷേറിൻ്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആഷേറിൻ്റെ ജീവിതത്തിൽ നിന്നും പൈതൃകത്തിൽ നിന്നും നമുക്ക് പഠിക്കാൻ കഴിയുന്ന ചില പ്രധാന പാഠങ്ങൾ നോക്കാം. 1. യഥാർത്ഥ സന്തോഷം ദൈവത്തിൽ വേരൂന്നിയ ജീവിതത്തിൽ നിന്നാണ് വരുന്നത്. ആഷേറിൻ്റെ പേരിൻ്റെ അർത്ഥം സന്തോഷം അല്ലെങ്കിൽ അനുഗ്രഹീതമെന്നാണല്ലോ. അവൻ്റെ ഗോത്രത്തിൻ്റെ അവകാശം ഭക്ഷണത്താലും എണ്ണയാലും സമ്പന്നമായിരുന്നു. എന്നിരുന്നാലും ആഷേറിൻ്റെ സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ജെറുസലം ദേവാലയത്തിൽ യേശുവിൻ്റെ വരവിൽ സന്തോഷിച്ച അന്ന പ്രവാചകയിൽ കാണുന്നു. ലൂക്കോസ് 2-ാം അധ്യായം 36 മുതൽ 38 വരെ വാക്യങ്ങൾ. അവളുടെ സന്തോഷം ഭൗതിക സമ്പത്തിലല്ല, മറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാന പൂർത്തീകരണത്തിലായിരുന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ശാശ്വത സന്തോഷം സ്വത്തുക്കളിൽ നിന്നോ സുഖ സൗകര്യങ്ങളിൽ നിന്നോ അല്ല, മറിച്ച് വിശ്വസ്തയോടെ ജീവിക്കുന്നതിലൂടെയും ദൈവ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്നതിലൂടെയുമാണ്. 2. അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത് പങ്കിടാനാണ്. ആഷേറിൻ്റെ പ്രദേശം രാജകീയവും സമ്പന്നവുമായ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. അത് വിശാലമായ സമൂഹത്തിനും സോളമൻ രാജാവിൻ്റെ കൊട്ടാരത്തിനും അവർ നൽകി. ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നമ്മെ ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകാനാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന ദാനങ്ങൾ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. 3. നിശബ്ദ വിശ്വസ്തത ശക്തവും ദൈവത്താൽ ബഹുമാനിക്കപ്പെടുന്നതുമാണ്. യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനോ ദേശീയ പരിപാടികളിൽ കേന്ദ്രബിന്ദുവാകുന്നതിനോ ആഷേർ അറിയപ്പെട്ടിരുന്നില്ല. എന്നിരുന്നാലും അവ സ്ഥിരതയുള്ളതും സമാധാനപരവും ഉൽപ്പാദനക്ഷമവുമായിരുന്നു. ആഷേറിനെ പോലെയുള്ള നിരവധി വിശ്വാസികൾ പിന്തുണയും പ്രോത്സാഹനവും പ്രായോഗിക സഹായവും വാഗ്ദാനം ചെയ്തുകൊണ്ട് തിരശ്ശീലയ്ക്ക് പിന്നിൽ വിശ്വസ്തയോടെ സേവിക്കുന്നു. അനുസരണത്തിൻ്റെയും സേവനത്തിൻ്റെയും ശാന്തമായ ജീവിതം നയിക്കുന്നവർ സഭയുടെ ദൗത്യത്തിന് ശക്തമായ രീതിയിൽ സംഭാവന ചെയ്യുന്നുവെന്നും ദൈവം അവരെ വിലമതിക്കുന്നുവെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ യുദ്ധത്തിലെ ശക്തി, ഫലപ്രാപ്തി, സമാധാനം എന്നിങ്ങനെ പല രൂപങ്ങളിൽ സ്വീകരിക്കുന്നുവെന്ന് ഗാദിൻ്റെയും ആഷേറിൻ്റെയും കഥകൾ കാണിക്കുന്നു. അവരുടെ പാതകൾ
വിശ്വസ്തമായിരുന്നെങ്കിലും വ്യത്യസ്തമായിരുന്നെങ്കിലും രണ്ടു ഗോത്രങ്ങളും അതുല്യമായ പങ്ക് വഹിച്ചുകൊണ്ട് ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു. സംഘർഷത്തിൽ ഗാദ് നമ്മെ പ്രതിരോധശേഷിയും വിശ്വസ്തതയും പഠിപ്പിക്കുന്നു. അതേസമയം ആഷേർ സമൃദ്ധിയുടെ സന്തോഷവും ഉത്തരവാദിത്വവും വെളിപ്പെടുത്തുന്നു. നമ്മുടെ വിളി എന്തായാലും ദൈവത്തോടൊപ്പം നടന്ന് അവൻ്റെ വിളിക്ക് വിശ്വസ്തത പുലർത്തുന്നതിലൂടെയാണ് എന്ന് സന്തോഷവും വിജയവുമെന്ന് അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവരുടെ പൈതൃകങ്ങൾ നമ്മെ ലക്ഷ്യബോധത്തോടെയും ഔദാര്യത്തോടെയും കർത്താവിൻ്റെ കരുതലിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഗാദിൻ്റെ ശക്തിയും ആഷേറിൻ്റെ സന്തോഷത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഗാദിൽ നിന്ന് ഞങ്ങൾ യുദ്ധത്തിൽ ധൈര്യം, വിശ്വസ്തത, സ്ഥിരോത്സാഹം എന്നിവ പഠിക്കുന്നു. ഞങ്ങളുടെ ആത്മീയ പോരാട്ടങ്ങളിൽ ഉറച്ചു നിൽക്കാനും ഞങ്ങളുടെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തരാകാനും സത്യത്തെ പ്രതിരോധിക്കുന്നതിൽ ധൈര്യപ്പെടാനും ഞങ്ങളെ സഹായിക്കണമേ. ആഷേറിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മാതൃക ഞങ്ങൾ സ്വീകരിക്കുന്നു. നീ നൽകുന്ന ദാനങ്ങളിൽ സംതൃപ്തരും ഉദാരമതികളും സന്തോഷമുള്ളവരുമായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഗാദിനെ പോലെ ഞങ്ങൾ അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി ഉറച്ച യോദ്ധാക്കളാകട്ടെ. ആഷേറിനെ പോലെ ഞങ്ങൾ നന്മയുടെയും സമാധാനത്തിൻ്റെയും പാത്രങ്ങളാകട്ടെ. പരീക്ഷണങ്ങളിൽ സഹിഷ്ണുതയും സമൃദ്ധമായ നന്ദിയും കൊണ്ട് ഞങ്ങളുടെ ജീവിതം ധന്യമാകട്ടെ. ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുകയും അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമേൻ.